ഹലോ. അപ്പോൾ ഇത് രാവിലെ ഒരു 9:30 10 ഒക്കെ ആയപ്പോഴത്തേനും ഞാനിൽ കിച്ചണിൽ കയറി. ഇന്ന് വീക്കെൻഡാണ്, സാറ്റർഡേ ആണ്. അപ്പോൾ സാറായ്ക്ക് സ്കൂളില്ല, ഇക്കാക്ക് ഓഫീസില്ല. നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ട് ഒരുമിച്ച് വീട്ടിലുള്ള ദിവസമാണ്. ഹാപ്പി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചുമയോ ജലദോഷം കഫക്കെട്ടൊക്കെ ആയിട്ട് ചെറിയ ചെറിയ രീതിയിലുള്ള വയ്യായികയും ക്ഷീണമൊക്കെ ഉണ്ട്. എങ്കിലും എല്ലാവരും ഒരുമിച്ചുള്ള ഒരു ഡേ അല്ലേ, ഇന്ന് എന്തെങ്കിലും കാര്യമായിട്ട് സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയുന്നത് നല്ല ലേറ്റായിട്ടാണ്, ലഞ്ച് എന്ന് പറയുന്നത് കാര്യമായിട്ട് വേണ്ട. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരു 10:30 11 ഒക്കെ ആകുമ്പോഴത്തേനും കഴിച്ചാലും മതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫ്രീസറിൽ നിന്ന് ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ടു. അത് നന്നായിട്ട് മെൽറ്റാവാനായിട്ട് വെള്ളം ഒഴിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്തു, പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു പിടി ഉലുവ പൊട്ടിച്ചു. ഞാൻ ചിക്കൻ കറി വെക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ സാറായ്ക്കും ഇക്കാക്കും എനിക്കും നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നൈസ് പത്തിരി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് തമാർ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ റോയൽ ഗ്രൂപ്പ്, തമാർ ഗ്രൂപ്പ് അവരുടെ നൈസ് പത്തിരി, വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെഡിമെയ്ഡ് പാക്കറ്റ് പത്തിരി നമുക്കിപ്പോൾ ഈസിലി അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഇപ്പോൾ രാവിലെ വിളിച്ച് പറഞ്ഞാലും അവർ അപ്പം തന്നെ കൊണ്ടുതരും. രാത്രിയാണേലും ഈവനിങ് ആണേലും എപ്പോഴാണെങ്കിലും നമ്മൾ ഹോം ഡെലിവറി വേണമെന്ന് പറയുമ്പോൾ അവർ കൊണ്ടുതരും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ചില വീക്കെൻഡ്സിൽ സാറ്റർഡേ ഈവനിങ് വിളിച്ചിട്ട് വാങ്ങിച്ച് വെക്കാറുണ്ട്. അല്ലെങ്കിൽ ഫ്രൈഡേ ഈവനിങ് വിളിച്ചിട്ട് വാങ്ങിച്ച് വെക്കാറുണ്ട്. അല്ലെങ്കിൽ സാറ്റർഡേ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാനാണെങ്കിൽ അവരൊരു 9:30 10 ഒക്കെ ആകുമ്പോൾ കൊണ്ടുതരും. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു ഈ ആഴ്ച നമുക്ക് നൈസ് പത്തിരി വാങ്ങിക്കാം. അപ്പോൾ നൈസ് പത്തിരി ഇപ്പോൾ ഒരു 9:30 ഒക്കെയാണ് ടൈം. ഒരു 10:30 11 ഒക്കെ ആകുമ്പോഴത്തേനും അടിപൊളിയായിട്ട് അവർ പെട്ടെന്ന് കൊണ്ടുതരും. അപ്പോൾ ചിക്കൻ കറി വെച്ച് വെക്കാം. എന്നിട്ട് പത്തിരി വരുമ്പോഴത്തേനും ഉടനെ തന്നെ എടുത്താൽ മതിയല്ലോ, പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ്റെ കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ കറി വെക്കലാണ്. എനിക്കപ്പോൾ ഒരുപാട് വലിയ പണികളൊന്നുമില്ല. ചിക്കൻ കറി വെക്കുക, അത് മാത്രമാണ് എൻ്റെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. പിന്നെ രാവിലെ എല്ലാവർക്കും ജലദോഷവും കഫക്കെട്ടും ക്ഷീണവും ഒക്കെ ആയതുകൊണ്ട് തന്നെ ആർക്കും തന്നെ ഞാൻ ചായയും പാലും ഒന്നും എടുക്കുന്നില്ല. ചൂടുവെള്ളവും അതുപോലെ തന്നെ ബ്ലാക്ക് ടീ ഒക്കെയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാനും കുടിക്കാനും ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ചിക്കൻ കറി വെക്കലാണ് ഇന്നത്തെ രാവിലത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതുപോലെ തന്നെ കുക്കിംഗ് പോലെ തന്നെ കഴിക്കുന്നത്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഫുഡുകളും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓവറായിട്ടുള്ള കഴിപ്പൊന്നും ഇല്ലെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ട് രുചികരമായിട്ടുള്ള ആഹാരമൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം എന്ത് ചെയ്യുക, ഇങ്ങനെ എല്ലാവരും കൂടെ വീട്ടിൽ ഒരുമിച്ച് ഉള്ള ദിവസങ്ങളിൽ സമയമെടുത്ത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് ഒരുമിച്ചിരുന്ന് കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പം നമുക്ക് സന്തോഷം കിട്ടുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തണമല്ലോ. അപ്പം നമുക്ക് വളരെ കുഞ്ഞു കാര്യമാണ്, വളരെ ചെറിയ കാര്യമാണ്. പക്ഷേ ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണെങ്കിൽ അത് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെ രാവിലെ പത്തിരിയും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി ഒരുമിച്ച് ഫാമിലിയായിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ തന്നെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് രാവിലെ തന്നെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കി എടുക്കുമ്പോൾ തന്നെ ആ ഡേ ഫുള്ള് ഒരു ഹാപ്പി വൈബാണ്. അപ്പോൾ ഞാൻ ഏതാണേലും എൻ്റെ സവോളയും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് നന്നായിട്ട് ചിക്കൻ കറിയുടെ മസാല നന്നായിട്ട് വേവുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ആ ചിക്കൻ 2 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തു. ഒരു പോർഷൻ ഞാൻ ഫ്രീസറിലേക്ക് മാറ്റി. ബാക്കി കുറച്ച് ചിക്കൻ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് പോർഷനേ വെക്കുന്നുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കഴിക്കാമല്ലോ. ഒരുപാട് ഫ്രിഡ്ജിൽ കുത്തിക്കയറ്റി വെച്ചിട്ട് വീണ്ടും ചൂടാക്കി കഴിക്കുന്നതിനേക്കാളും അങ്ങനെ ചെയ്യുന്നില്ല എന്നല്ല, അങ്ങനെയും ചെയ്യുന്നുണ്ട്. എങ്കിലും മാക്സിമം പറ്റുന്നത് പോലെ അത് ഒഴിവാക്കുക. അപ്പോൾ ചിക്കൻ കറിയൊക്കെ ഇപ്പോൾ ഒരു പിടി കറിക്കുള്ളത് വെക്കുന്നു, നെക്സ്റ്റ് കറിക്കുള്ളത് നെക്സ്റ്റ് ഡേയിൽ വെക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സവോളയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പൊടികളായിട്ട് ഞാൻ ചില്ലി പൗഡറും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പെരുംജീരകപ്പൊടിയും ഗരം മസാലപ്പൊടിയും, അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്ത് നല്ല പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ്സ് 15 മിനിറ്റത്തിന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ചിക്കനിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള
എന്താണ് ചിക്കനിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചൂടുവെള്ളമാണ്. അപ്പോൾ ഇതാ നമ്മൾ സെമി ഗ്രേവിയിലാണ് ചിക്കൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇന്ന് പാൽച്ചായ വെക്കുന്നില്ല, അതുപോലെ തന്നെ തേങ്ങാപ്പാലും എടുക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള ജലദോഷവും കഫക്കെട്ടും വയ്യായികയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഒരു എന്താ പറയുക ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആണോ അതോ ഓവർ ചൂട് കൂടിയിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. എല്ലാവർക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ പനിയും ജലദോഷം കഫക്കെട്ട് ത്രോട്ട് ഇൻഫെക്ഷൻ അങ്ങനെ എല്ലാവർക്കും ഏത് വീടുകളിൽ പോയാലും ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്തൊരു ക്ലൈമറ്റാണ്. കാര്യം എന്ന് വെച്ചാൽ 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുകൊണ്ട് പകലൊക്കെ നമ്മൾ ഒരിടത്തോട്ടും ഇറങ്ങുന്ന കാര്യം ആലോചിക്കുക പോലും ചെയ്യുന്നില്ല. അപ്പോൾ വല്ലാത്ത ഒരു ക്ലൈമറ്റാണ്. ഭയങ്കര പീക്ക് ലെവലിലാണ് ചൂട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സെപ്റ്റംബർ ഒരു ഒക്ടോബർ എങ്കിലും ആകണം ഒന്ന് ക്ലൈമറ്റ് ഒന്ന് നേരെ ആവാനായിട്ട്. ഒരു നോർമൽ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ഒക്ടോബർ നവംബറൊക്കെ ആവണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. അതിന് ശേഷം അത് മസാലയുമായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം അടച്ചു വെക്കുകയാണ്. അപ്പോൾ ഇന്ന് പറയുന്നത് ഞാൻ പറയാൻ വിട്ടു, ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുക്കിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ വിളമ്പലും അതിൻ്റെ കഴിക്കലും ഒക്കെ ആയിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡിഷാണല്ലോ പത്തിരിയും ചിക്കൻ കറിയും ഒക്കെ ആയതുകൊണ്ട് ഞാൻ ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വ്ളോഗായിട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ കറി എന്നൊക്കെ പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. പത്തിരി എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കുന്നതല്ല, ഞാൻ ഇടയ്ക്ക് പത്തിരി ഉണ്ടാക്കാറുണ്ട്. എങ്കിലും ഇപ്പം വളരെ ടേസ്റ്റി ആയിട്ട് ഈസിലി അവൈലബിൾ ആയതുകൊണ്ട് ഈ തമാർ ഗ്രൂപ്പിൻ്റെ പത്തിരിയാണ് നമ്മളിപ്പോൾ കൂടുതലും ഉണ്ടാക്കാറ്. അപ്പം ഉണ്ടാക്കി കൂടുതലും മെനക്കെടാറില്ല, കാരണം വളരെ ഈസിലി അവൈലബിൾ ആണ്. പിന്നെ ഷെൽഫ് ലൈഫ് ആണെങ്കിലും നമുക്ക് 3 to 4 days ഒക്കെ ഷെൽഫ് ലൈഫ് ഉണ്ട്. പ്രൈസ് എന്ന് പറയുന്നത് വളരെ അഫോർഡബിൾ പ്രൈസാണ്. വളരെ അഫോർഡബിൾ. നമ്മുടെ നാട്ടിലെ ആ ഒരു പ്രൈസ് ഉണ്ടല്ലോ, ആ പ്രൈസിൻ്റെ ഒക്കെ ഏകദേശം അടുത്തായിട്ടുള്ള പ്രൈസിലൊക്കെ തന്നെയാണ് ഇവിടെയും പാക്കറ്റ്സ് പത്തിരി അവൈലബിൾ. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി നമ്മൾ ഒരു നേരത്തെ ആഹാരം കഴിക്കുന്നതിൻ്റെ പകുതിയുടെ ഒരു 1/4 ഭാഗം പോലും ആവില്ല നമ്മളൊരു 50 പത്തിരി അല്ലെങ്കിൽ ഇവരുടെ ഒരു 75 പത്തിരി വാങ്ങിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അത്രത്തോളം വിലക്കുറവാണ് നമ്മുടെ ഈ പത്തിരി എന്ന് പറയുന്നത്. പിന്നെ ഈസിലി അവൈലബിളുമാണ്. അപ്പോൾ പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് പത്തിരി പരത്തി ഉണ്ടാക്കി ഒക്കെ ഇപ്പോൾ വളരെ കുറവാണ്. ഇപ്പോൾ കൂടുതലായിട്ടും എന്ത് ചെയ്യുക, ഹോം ഡെലിവറി വെച്ചിട്ട് ഇവരുടെ പത്തിരി വാങ്ങിക്കലാണ് നമ്മളുടെ ഇപ്പോഴത്തെ പരിപാടി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് റമളാൻ മാസമൊക്കെ ആകുമ്പോഴത്തേനാണേലും ഈ ഒരു പത്തിരി എന്ന് പറയുന്നത്, ഈ ഒരു പത്തിരി ഇങ്ങനെ ഈസിലി അവൈലബിൾ ആയതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഭയങ്കര ഹെൽപ്ഫുൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യമാണ്. ഒരുപാട് ആഗ്രഹിച്ച കാര്യം അത് വന്നപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം ഇത് വന്നതിന് ശേഷം ഇനിയുള്ള റമളാൻ മാസമൊക്കെ വരുമ്പോഴത്തേനും അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇതാ നമ്മുടെ പത്തിരി ഇതാ ഹോം ഡെലിവറി ചെയ്തു. ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് 5 പാക്കറ്റ് പത്തിരിയാണ്. ഒരു പാക്കറ്റിൽ 10 എണ്ണത്തിൻ്റെ 5 പാക്കറ്റ് പത്തിരിയാണ്. അപ്പോൾ 50 പത്തിരി നമ്മൾ വാങ്ങിച്ചു. റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവ് റേറ്റാണ്. പിന്നെ ഇത് ഒരു 3 days ഒക്കെ വെച്ച് ഞങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ മാക്സിമം ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഈ 3 days വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൂടുതലും ഫ്രൈഡേയിലാണ് വാങ്ങിക്കാറ്. ഇടയ്ക്ക് സാറ്റർഡേസിലും വാങ്ങിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ വയ്യാത്തത് കൊണ്ട് ബ്ലാക്ക് ടീ ആണ് യൂസ് ചെയ്യുന്നത്. അതിന് ശേഷം ഞാൻ കിച്ചൺ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഡൈനിങ് ടേബിളിലേക്ക് എല്ലാം നിരത്തി എല്ലാം സെർവ് ചെയ്തു. നല്ല അടിപൊളി. അപ്പോൾ ഒരു 2 പാക്കറ്റ് പത്തിരിയാണ് ഞാനിപ്പോൾ പൊട്ടിച്ചത്. 20 അതായത് 2 പാക്കറ്റ് പത്തിരിയാണ് ഞാനിപ്പോൾ കാസ്ട്രോളിലേക്ക് മാറ്റിയത്. അതിന് ശേഷം സെമി ഗ്രേവി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി. അപ്പോൾ എനിക്ക് കഴിക്കാനുള്ള പത്തിരി ഓരോന്നായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. സത്യം പറഞ്ഞുണ്ടല്ലോ, നല്ല ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കുമ്പോൾ ആ ദിവസം തന്നെ ഒരു സന്തോഷമാണ്. അതായത് ആഹാരം ഇഷ്ടപ്പെടുന്നവർക്ക് കേട്ടോ, ആഹാരം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആഹാരത്തിനോട് അത്യാവശ്യം പ്രിയമുള്ളവർക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് മുമ്പിൽ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ്. എനിക്കൊക്കെ അതാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള നൈസ് പത്തിരിയും സെമി ഗ്രേവിയിലുള്ള നല്ല അടിപൊളി ചിക്കൻ കറിയുമാണ് ഞാൻ വിളമ്പിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട്
പത്തിരി എൻജോയ് ചെയ്ത് കഴിക്കട്ടെ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പത്തിരിയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ചൂട് ചായ. വളരെ പാൽച്ചായയായിരുന്നു ഇഷ്ടം, പക്ഷേ പാൽച്ചായ കുടിച്ചാൽ ഇനിയും സിറ്റുവേഷൻ വേസ്റ്റ് ആകും എന്നുള്ളത് കൊണ്ട് തൽക്കാലം പാലിനെയൊക്കെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. തേങ്ങാപ്പാൽ അടിപൊളിയായിരുന്നു. ഈ സെമി ഗ്രേവി ചിക്കൻ കറിക്ക് തേങ്ങാപ്പാൽ അടിപൊളിയായിരുന്നു. അപ്പോൾ അതിനെയും തൽക്കാലം മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ സാറ്റർഡേ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഫുഡ് ഇഷ്ടപ്പെടുന്നവർ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ എൻ്റെ വീഡിയോസ് കാണുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഓരോ നല്ല നല്ല റെസിപ്പീസ് നിങ്ങൾ കുട്ടികൾക്കും അതുപോലെ തന്നെ വീട്ടിലുള്ളവർക്കും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്ത് എൻജോയ് ചെയ്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ലൈഫിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒരുപാട് നിങ്ങൾ എന്ത് ചെയ്യുക, എൻജോയ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ പത്തിരിയും എൻ്റെ ചിക്കൻ കറിയും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നീട് എൻ്റെ ചിക്കൻ കറി പല പല വീഡിയോകളിലായിട്ട് എൻ്റെ ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, എൻ്റെ ചിക്കൻ കറിയുടെ റെസിപ്പി എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക.